ഹീറ്റ് ഫ്ലോ ത്രൂ എ സിലിണ്ടർ അത് നോക്കുന്നത്. ആദ്യം ഒരു പൈപ്പ് വരയ്ക്കണം, സിലിണ്ടർ സർക്കിൾ വരയ്ക്കണം. പിന്നെ സർക്കിളിൽ ഇത് ഇന്നർ വാള്, ഇത് ഔട്ടർ വാള്. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു സർക്കിൾ വരയ്ക്കണം. കൺസിഡർ തിൻ സ്ലൈസ്, ഒരു തിൻ സ്ലൈസ് കൺസിഡർ ചെയ്യണം. ഇതാണ് നമ്മൾ നോക്കാനുള്ളത്. ഓക്കെ, നമ്മൾ ഇവിടെ ഇത് R1 ഉള്ളില്ല, ഇൻസൈഡ് റേഡിയസ് R1ഉം ഔട്ട്സൈഡ് റേഡിയസ് R2 ആയിട്ട് എടുത്തു. ഓക്കെ, ഈ ഇൻസൈഡില്ല അതിൻ്റെ ടെമ്പറേച്ചർ അത് T1ഉം ഔട്ട്സൈഡിലെത്തത് T2 ആയിട്ടും എടുത്തു. പിന്നെ ഇത് ഇവിടെ നിന്ന് ഇതുവരെ ഈ തിൻ സ്ലൈസിൻ്റെ ആ ഭാഗം വരെ അതിനെ R എടുത്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ, ഇതിൻ്റെ അകത്തു നിന്നാണ് ടെമ്പറേച്ചർ കൂടുതൽ. അപ്പോൾ ഇവിടെ ഹൈ ടെമ്പറേച്ചറാണ് അതിൻ്റെ അകത്തുള്ളത്. ഈ പുറത്ത് ലോ ടെമ്പറേച്ചറും. ഓക്കെ, അപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ നിന്നായിരിക്കും ലോ ടെമ്പറേച്ചറിലോട്ട് എന്താണ് ഹീറ്റ് ഫ്ലോ ആവുന്നത്. ഈ തിന്ന റേഡിയസ് ഉണ്ടല്ലോ, ഈ സംഭവത്തിനെ നമ്മൾ DR എന്ന് കൺസിഡർ ചെയ്യുന്നു. പിന്നെ ഇതൊരു പൈപ്പാകുമ്പോൾ അതിന് ഒരു നീളം കാണുമല്ലോ. ഈ നീളത്തിനെ നമ്മൾ എന്താണ് N എന്ന് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ. അപ്പം അതിൻ്റെ സംഭവം ഇട്ടിരിക്കുന്നത്, ഇതിനെ ടെമ്പറേച്ചർ ഇൻസൈഡ് സർഫസ് അതിന് T1ഉം ഔട്ട്സൈഡ് സർഫസ് T2, ടെമ്പറേച്ചർ കുറവായിരിക്കും. പിന്നെ റേഡിയസ് തിക്നെസ് തിൻ സെക്ഷൻ ഇത് അതിനെ DR എന്ന്, റേഡിയസ്. ഓക്കെ, ഇതെല്ലാം ഇതിനൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ചെയ്യേണ്ടത് മറ്റേ ഫോറിയേഴ്സ് ലോ ഉണ്ടല്ലോ, ഫോറിയേഴ്സ് ലോ പ്രകാരം Q ഈസിക്കൽ ടു എന്താണ് K, ഒരു കോൺസ്റ്റൻ്റ് K ഇൻറ്റു പിന്നെന്താണ് ഏരിയ ഇൻറ്റു പിന്നെ ഇതുണ്ട് ഡെൽറ്റ T ബൈ എന്താണ് L. ഇതൊക്കെ ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, നമ്മളിവിടെ പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്ത ഡെറിവേഷനിലൊന്നും സംഭവമാണ്. ഹീറ്റ് ഫ്ലോ എഴുതുന്നത് വെച്ചാൽ Q ഈസിക്കൽ ടു മൈനസ് KA ഇൻറ്റു DT ബൈ DR. ഈ സാധനം പഠിച്ചു വെച്ചേക്കണം. KA ഇൻറ്റു DT ബൈ R മൈനസ് KA DT ബൈ DR. ഓക്കെ, ഇവിടെ ഈ A എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ ഏരിയ, ഈ സിലിണ്ടർ ഏരിയ. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, Q ഈസിക്കൽ ടു മൈനസ് K ഇൻറ്റു ഏരിയ ഓഫ് സർക്കിൾ. ഈ സർക്കിളിൻ്റെ ഏരിയ എന്താണ് 2πr ഇൻറ്റു സിലിണ്ടർ ഇൻറ്റു N, 2πr N ഇൻറ്റു DT ബൈ DR. ഈ ഏരിയയുടെ ഭാഗത്ത് ഇതെടുത്ത് എഴുതി, അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഈ DR-നെ ഇപ്പുറത്ത് കൊണ്ടുവന്നു, ഈ R താഴെ കൊണ്ടുവന്നു. അപ്പോൾ ഈ DR-നെ ഇവിടെ കൊണ്ടുവന്നു, R-നെ ഇപ്പുറത്ത് കൊണ്ടുവന്നു, ഈ ക്യൂവിനെ ഇതിൻ്റെ അകത്തോട്ട് കയറ്റി. അപ്പോഴെങ്ങനെ എഴുതാം, DR മുകളിൽ പോവും ബൈ R ഇസിക്കൽ ടു ഈ മൈനസ് K ഇവിടെ എഴുതി, 2π ഇവിടെ എഴുതി, R അപ്പുറത്ത് പോയല്ലോ, ഇനി N. ഈ Q ഇങ്ങ് താഴെ വന്നല്ലോ ബൈ Q. പിന്നെ ഈ ബാക്കി വന്ന DT ഉണ്ടല്ലോ, അതിന് ഇവിടെ DT കൂടെ എഴുതി. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് റേഡിയസ് ഉണ്ടല്ലോ, റേഡിയസ് ഇപ്പം ഈ റേഡിയസിൽ ഈ R1 റേഡിയസും R2 റേഡിയസും ഉണ്ടല്ലോ. അപ്പോൾ R1 T1, R1ലെ ടെമ്പറേച്ചറും റേഡിയസും ടെമ്പറേച്ചറും, അതേപോലെ R2വും അതിന് ടെമ്പറേച്ചറും, അങ്ങനെ എഴുതാൻ പോവാണ്. അപ്പോൾ R ഈസിക്കൽ ടു R1 R1ഉം
പിന്നെ ടി ഈസിക്കൽ ടു T1 അങ്ങനെ R ഈസിക്കൽ ടു R2, T ഈസിക്കൽ ടു T2. ഇനി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഈ ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകണം. നോക്കിക്കോളണേ. ഇൻ്റഗ്രേഷൻ ഓഫ് R2 by R1 dr by R ഈസിക്കൽ ടു ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഈ കോൺസ്റ്റൻ്റ് ആയിട്ട് സംഭവം ഉണ്ടല്ലോ, ഇതിൽ K, 2, പൈ, N, Q ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് ഇത് DT മാത്രമേ വേറെ സംഭവം കിടക്കുന്നുള്ളൂ. അപ്പോൾ കോൺസ്റ്റൻ്റ് എല്ലാം നമുക്ക് ഇങ്ങോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ആദ്യം മൈനസ് K 2 പൈ N, ഇപ്പോൾ കോൺസ്റ്റൻ്റ് എല്ലാം ഇങ്ങെടുത്ത്, എന്നിട്ട് ഇൻ്റഗ്രേഷൻ ഓഫ് T2 മൈനസ് T1 ഇൻറ്റു എന്താണ് DT. ഓക്കെ, നമുക്കിനി ചെയ്യേണ്ടത്, ഇപ്പോൾ ഇവിടെ മൈനസാണ്. ഇപ്പോൾ സംഭവം വെച്ചാൽ പൈപ്പിൻ്റെ ഈ സംഭവം തിരിച്ചിടുമ്പോൾ ഈ മൈനസ് അങ്ങ് പോവും. T2 മൈനസ് T1 എന്നുള്ളത് എന്താണ്, T1 മൈനസ് T2 ആക്കുമ്പോൾ എന്താണ്, ഈ മൈനസ് അങ്ങ് പോവും. അങ്ങനെ എഴുതുക. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് R2 മൈനസ് R1 ഇൻറ്റു dr ബൈ R ഈസിക്കൽ ടു K 2 പൈ N ഇൻറ്റു T1 T2 DT. തപാസ്. ഇനി ഇൻ്റഗ്രേഷൻ ഇത് അകത്തോട്ട് കൊടുക്കാൻ പോകണേ, ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പോകണേ. അപ്പോൾ എഴുതേണ്ടതെന്ന് വെച്ചാൽ ലോഗ് R dr ബൈ ആറിനെ നമ്മൾ ആറായിട്ട് എഴുതി, ഓഫ് R2 ബൈ R1 ഈസിക്കൽ ടു K 2 പൈ N. പിന്നെ ഈ സംഭവത്തിനെ നമ്മൾ T ബൈ T1 T2 എന്ന് എഴുതി. ഇനി ഇത് ഓപ്പൺ ചെയ്യാൻ പോകണേ. ലോഗ് ഓഫ് R2 ബൈ R1 സംഭവം വെച്ചാൽ ലോഗ് A മൈനസ് ബി, ലോഗ് A മൈനസ് ലോഗ് ബി എന്ന് പറയുന്നത്, ലോഗ് A മൈനസ് ലോഗ് ബി എന്ന് പറയുന്നത് ലോഗ് ഓഫ് A ബൈ ബി എന്നാണ്. അപ്പോൾ സംഭവം വെച്ചാൽ ഇതിൻ്റെ അകത്ത് ലോഗ് R2 മൈനസ് ലോഗ് R1 നമ്മളിത് ഉദ്ദേശിക്കുന്നത്. ലോഗ് R2 മൈനസ് R1 എന്ന് പറയുന്നത് ലോഗ് ഓഫ് R2 ബൈ R1 എന്ന് പറയും. ഈസിക്കൽ ടു നമ്മളിത് കുറച്ചും കൂട്ടൊക്കെ എഴുതിക്കാം, 2K പൈ N ഇൻറ്റു ഇതിനെ T1 മൈനസ് T2 എന്ന് എഴുതും. ഓക്കെ, T1 മൈനസ് T2, T1 മൈനസ് T2. ഓക്കെ, സംബന്ധിച്ച് ഇവിടെ ഒരു ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ, ഈ ക്യൂ വിട്ടുപോയി. ക്യൂ ഇവിടെ ഈ ക്യൂ എടുത്ത് വിട്ട് ഇതാണ് ആ ക്യൂ. ഇനി നമ്മൾ ഈ ക്യൂവിനെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക, സിമ്പിൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ക്യൂ ഈസിക്കൽ ടു 2K പൈ N T1 മൈനസ് T2. ഇത് താഴെ വരും. അപ്പോൾ ലോഗ് R2 ബൈ R1. ഓക്കെ, ഇതിനെ നമ്മൾ A ഇക്വേഷൻ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുകയാണ്. A ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയല്ലോ, ഫോറിയേഴ്സ് ലോ പ്രകാരം എന്താണ്, Q ഈസിക്കൽ ടു മൈനസ് K ഇൻ KM. ഓക്കെ, KM നമ്മളിപ്പോൾ കോൺസ്റ്റൻ്റ് എഴുതുന്നത്, K ഇല്ലെങ്കിൽ K ഇൻറ്റു A ഇൻറ്റു ഡെൽറ്റ T ബൈ L. ഓക്കെ, നമ്മൾ Q ഈസിക്കൽ ടു ഇവിടെ K ഇൻറ്റു ഇവിടെ A എന്ന് പറയുന്നത് ആവറേജ് ആണ് എഴുതുക, ആവറേജ് ഏരിയ. അപ്പോൾ AM ഇൻറ്റു ഡെൽറ്റ T എന്ന് പറയുമ്പോൾ എന്താണ്, T2 മൈനസ് T1. ഓക്കെ, ഇവിടെ ഫ്രണ്ടിൽ മൈനസ് ഉണ്ട് കേട്ടോ, മൈനസ്. ഓക്കെ, ബൈ L.
അപ്പോൾ ഈ T2 മൈനസ് T1 തിരിച്ചിടാന്നെടുത്ത് ഈ മൈനസ് അങ്ങ് പോകും. അപ്പോൾ Q ഈസിക്കൽ ടു K ഇൻറ്റു AM ഇൻറ്റു T1 മൈനസ് T2 ബൈ L. ഓക്കെ, ഇത് നമ്മൾ ബി എന്ന് പറഞ്ഞ ഇക്വേഷനായിട്ട് എഴുതി. ഇനി ഈ എയിനെ ബിയും കൂടെ ചേർത്തിട്ട് നമ്മൾ എഴുതാൻ പോയാൽ അപ്പോൾ അയ്യോ 2K പൈ N T1 മൈനസ് T2 ബൈ ലോഗ് R2 ബൈ R1 ഈസിക്വൽ ടു K. രണ്ടും Q ആയതുകൊണ്ടാണ് ഉണ്ടായി ചേർത്ത് എഴുതിയത്. K ഇൻറ്റു AM ഇൻറ്റു T1 മൈനസ് T2 ബൈ L. ഇനി എല്ലാം വെട്ടിക്കളയാൻ പോവാണ്. ഇവിടെയും T1 T2 ഉണ്ട്, അവിടെയും T1 T2 ഉണ്ട്, പോയി. ഇവിടെയും K ഉണ്ട്, ഇവിടെയും K ഉണ്ട്, അതും പോയി. അപ്പോൾ ഇനി ബാലൻസ് ഉള്ളതെന്നുള്ള പുറകെ എഴുതാൻ പോവാണ്. ഇത് എന്നാണ് വലിയ 2 പൈ N ലോഗ് R2 ബൈ R1 ഈസിക്കൽ ടു AM ബൈ L. സവാസ്. ഇനി എല്ലിനടുത്ത് മണ്ടേ കൊടുക്കുകയാണ്. അപ്പോൾ അത് തിരിച്ച് എഴുതുകയും ചെയ്യണം. ഈ സാധനം ഇപ്പുറത്ത് വെച്ചിട്ട് AM ഈസിക്കൽ ടു ഈ L മുകളിൽ പോയി AM ഈസിക്കൽ 2 പൈ N L ബൈ ലോഗ് R2 ബൈ R1. ഓക്കെ, ഈ AM എന്ന് പറയണമല്ലോ, AM എന്ന് പറയുന്നത് എന്താണ്? ഏരിയ അല്ലേ, ഏരിയ ഓഫ് മറ്റേ സിലിണ്ടർ. അത് നമ്മൾ ഒരു സംഭവമായിട്ട് എഴുതാൻ പോവുകയാണേ. നേരത്തെ ഇത് ഏരിയ സിലിണ്ടർ ഈസിക്കൽ 2 പൈ R N എന്നല്ലേ നേരത്തെ നമ്മൾ എഴുതിയത്. നമ്മളിവിടെ 2 പൈ R M, ഇവിടെ AM ആയതുകൊണ്ട് മീഡിയൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ആവറേജ്. അപ്പോൾ RM എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ എങ്ങനെ വരുമെന്ന് വെച്ചാൽ ഈ സാധനം ആണല്ലോ അങ്ങനെ എഴുതിയത്. AM ഈസിക്കൽ ടു അപ്പോൾ ഇതെടുത്ത് ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ C എന്ന് കൊടുത്തു, ഇവിടെ D എന്ന് കൊടുത്തു. അപ്പോൾ ഇക്വേറ്റിംഗ് C ഇൻ D. ഓക്കെ, അപ്പോഴെങ്ങനെ വരും? ഇതിനോട് ചേർത്ത് എഴുതാൻ പോവാണ്. 2 പൈ RM ഈസിക്കൽ ടു 2 പൈ N L ബൈ എന്താണ് ലോഗ് R2 ബൈ R1. ഇനി ഈ 2ഉം പൈയും ഒക്കെ വെട്ടിപ്പോയി. പിന്നെ ഈ എന്നും വെട്ടിപ്പോയി. അപ്പോൾ ബാക്കി വരുന്നത് ഈ RM-ഉം L-ഉം ഇതും ബാക്കിയാണ് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ എഴുതാം RM ഈസിക്കൽ ടു L ബൈ ലോഗ് R2 ബൈ R1 എന്ന് എഴുതാം. അപ്പോൾ ഓക്കെ, ഈ L എന്ന് പറഞ്ഞാൽ എന്താണ്? L-നെ നമുക്ക് ഈ റേഡിയസ് ഉണ്ടല്ലോ, ഈ റേഡിയസിൻ്റെയൊക്കെ ഡിഫറൻസിയാണ് ഈ L എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടെമ്പറേച്ചർ ചേഞ്ച് ആണല്ലോ L. അപ്പോൾ L നമുക്കിങ്ങനെ എഴുതാം R2 മൈനസ് R1 എന്ന് എഴുതാം അല്ലേ, റേഡിയസിൻ്റെ ചേഞ്ചാണ്. ഓക്കെ, അപ്പോൾ ഈ സംഭവത്തിൻ്റെ മണ്ട കൊടുക്കുകയാണ്. അപ്പോൾ RM ഈസിക്കൽ ടു R2 മൈനസ് R1 ബൈ ലോഗ് R2 ബൈ R1 എഴുതാം. ഓക്കെ, എന്നിട്ട് സംഭവം കഴിഞ്ഞ്. ഇനി ഇത് ചെറിയ ലോഗാണ്. ഈ ചെറിയ ലോഗിന് നമ്മൾ വലിയ ലോഗായിട്ട് കൊടുക്കാൻ പോയാൽ, ഇത് ചെറിയ ലോഗിനെ നമുക്ക് വലിയ ലോഗായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ചെറിയ ലോഗിനെ ഇൻറ്റു 2.303 എന്ന സംഭവം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ RM ഈസിക്കൽ ടു R2 മൈനസ് R1 ബൈ ചെറിയ ലോഗിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2.303 ഇൻറ്റു R2 ബൈ R1 കഴിഞ്ഞു. സബാഷ്.
ഇത്രയേ ഉള്ളൂ സംഭവം.